പോക്കോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ പോക്കോ X3 ആണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പോക്കോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് പോക്കോ C3, പോക്കോ M2, പോക്കോ M2 Pro, പോക്കോ X2, ഇപ്പോൾ അതാ പോക്കോ X3 നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ കാണാത്തവർ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. വേറെയും ഒരുപാട് അൺബോക്സിങ്ങിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയും ഫുൾ റിവ്യൂസും ഗെയിമിംഗ് റിവ്യൂസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് ഇറ്റ്സ് മീ ഷിബിൻ, ലെറ്റ്സ് ബിഗിൻ. സോ ഇതാണ് നമ്മുടെ പോക്കോ X3യുടെ ബോക്സ് വരുന്നത്. ഒരു ബ്ലാക്ക് കളർ ബോക്സ് തന്നെ. പോക്കോ X2 അല്ലെങ്കിൽ പോക്കോ M2 Proയിൽ കണ്ട പോലെ തന്നെ ഒരു സെയിം ബോക്സ് തന്നെ. X3 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ പോക്കോ എന്ന ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് റിയാലിറ്റി ഫ്ലോ 120 Hz എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൽക്കമിൻ്റെ സ്നാപ്ഡ്രാഗൺ 732G പ്രോസർ, 6000 mAh ബാറ്ററി കപ്പാസിറ്റി, 64 മെഗാപിക്സലിൻ്റെ ക്യാമറ, 120 Hz ഡിസ്പ്ലേ അല്ലേ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സിനകത്ത് അവരെന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വേറൊരു ചെറിയ ബോക്സ് വരുന്നുണ്ട്, ഒരു യെല്ലോ ബോക്സ്. അപ്പോൾ അതിനുള്ളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു സിം ഇജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് TPU കേസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ TPU കേസ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വന്നിട്ടുണ്ട് നമുക്കിവിടെ ചെറിയ രീതിയിൽ. അതിന് പുറമെ ഒരു TPU കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു TPU കേസ് തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറെ എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്നല്ലേ. നമുക്കിവിടെ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ USB Type-C കേബിളിൻ്റെ പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ കേട്ടോ, പോക്കോ X3. നല്ലൊരു ഡിസൈനിങ്ങിലൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ. പക്ഷേ എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോക്കോയുടെ ഈ ഒരു ബ്രാൻഡിങ് ആണ്. ഇത്ര വലുതാക്കിയിട്ടൊന്നും ബ്രാൻഡിങ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ക്യാമറ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് പോക്കോ X2 കണ്ട പോലെ തന്നെ ഈ ക്യാമറ മൊഡ്യൂളിന് ചുറ്റും ഒരു റൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ക്യാമറ മൊഡ്യൂളിനകത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഫ്ലാഷ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. സോ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ഒരു ബൾക്കി സ്മാർട്ട് ഫോണാണ്. നമുക്കൊരു വൺ ഹാൻഡ് യൂസ് കുറച്ച് പ്രയാസം തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് കേട്ടോ. നല്ല ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഫോണിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. ഏകദേശം 225 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് സ്മാർട്ട് ഫോണിന്. അപ്പോൾ യൂസ് ചെയ്യാനായിട്ട് വൺ ഹാൻഡ് യൂസൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പ്രയാസം അനുഭവപ്പെടുന്നതാണ്. പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോക്കോ X2 അൺബോക്സ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, പോക്കോയുടെ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലാണ്. അതായത് ഇതൊരു 225 ഗ്രാം വെയിറ്റ് വരുന്ന സ്മാർട്ട് ഫോൺ ആണെന്ന് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്രത്തോളം വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ നിങ്ങൾ തീരെ വെയിറ്റ് കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ജമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്മാർട്ട് ഫോണിലേക്കാണ് നിങ്ങൾ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അതല്ല നിങ്ങൾ ചെറിയൊരു വെയിറ്റുള്ള സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ നേരിടാനായിട്ടില്ല. ഇനി ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്, ഒരു പക്കാ പ്ലാസ്റ്റിക് ബോഡി. അപ്പോൾ ഇതൊരു നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെന്നൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഒരു പക്കാ പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഇതല്ലേ, ടച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഇല്ല. പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് 3.5 mm ഓഡിയോ ജാക്ക്, USB Type-C കേബിളിൻ്റെ പോർട്ട്, ഒരു മൈക്രോഫോൺ വരുന്നുണ്ട്, പിന്നീട് സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ പവർ സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിംഗർ പ്രിൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ഒരു സെക്കൻഡറി സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ പ്ലസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ഒരു സിം ട്രേയും ലഭിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സിം ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സിം കാർഡും മെമ്മറി കാർഡും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 സിം കാർഡ് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്കൊന്ന് പെട്ടെന്ന് പറയാമല്ലേ. അപ്പോൾ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz ഒരു ഹൈ റിഫ്രഷ് റേറ്റും ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 732G ആണ് പ്രോസസ്സർ വരുന്നത്. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് പുറകിൽ ലഭിക്കുന്നത്. അതിൽ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ.
ഇനി 6000 mAh ബാറ്ററി കപ്പാസിറ്റി പ്ലസ് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 225 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള MIUI 12 ഫോൺ പ്രവർത്തിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 വേരിയൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 664, 6128, 8128. അപ്പോൾ 664 17,000 രൂപയും 6128 18,500 രൂപയും 8128 20,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഫോണിൽ നമുക്കൊരു സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എത്രത്തോളം ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. അതേപോലെ തന്നെ ഫേസ് അൺലോക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻ്റ് ആണ് കേട്ടോ. ഓക്കെ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഫിംഗർ പ്രിൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഓപ്പൺ ചെയ്ത് വരാനായിട്ട് ചെറിയൊരു സമയം എടുക്കുന്നുണ്ട്, ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഈ ആനിമേഷൻ്റെ ചെറിയൊരു സമയമാണ്. നിങ്ങൾ ആ സൗണ്ട് ശരിക്കും ഒന്നുകൂടി കേട്ടത് നോക്കുക. കേട്ടോ, സൗണ്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ലോക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് അൺലോക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ക്യാമറയുടെ പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറുപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കണ്ടില്ലേ, ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഇപ്പോൾ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തു. ചെറിയൊരു പ്രശ്നമുണ്ട് കണ്ടോ. ഓക്കെ, ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫിംഗർ പ്രിൻറ്റിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് അൺലോക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ എബൌട്ട് സെക്ഷനിലൊന്ന് കയറി നോക്കാം നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള MIUI 12 വേർഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോൺ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു OS ആണ് വന്നിട്ടുള്ളത്. സെക്യൂരിറ്റി പാച്ച് ലെവൽ വന്നിട്ടുള്ളത് 2029 ആണ്. അപ്പോൾ ഏകദേശം സെപ്റ്റംബറിൽ വരിക, സെപ്റ്റംബറിനാണ് സെക്യൂരിറ്റി പാച്ച് ലെവൽ വന്നിട്ടുള്ളത്. സ്റ്റോറേജ് 64 GB ആണ്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ഫോട്ടോസ്, കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 29 GB യൂസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 44 GB യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ UIയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ബ്ലോട്ട്വെയർസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിൽ കുറേ എണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വേറൊരാൾ യൂസ് ചെയ്ത ഫോണാണ്. അപ്പം മൂപ്പര് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോണിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഇനിയും എന്തുണ്ട്, ഒരുപാട് റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. പോക്കോ സ്മാർട്ട് ഫോണുകളിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോട്ട്വെയർസാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്ലോട്ട്വെയർസ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് ആപ്പ് ഇൻഫോ കൊടുക്കുക, താഴെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കാണാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ ഡാർക്ക് മോഡ് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെയുണ്ട് ഡാർക്ക് മോഡിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. സെറ്റിങ്സ് എടുക്കാം. അപ്പോൾ ഓക്കെ, സെറ്റിങ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ IPS LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ഒരു പ്യുവർ ബ്ലാക്ക് കളർ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുക്കുമ്പം ഇതൊരു പ്യുവർ ബ്ലാക്ക് അല്ല, ഇവിടെ നമുക്കൊരു ഗ്രേ ഷെയ്ഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് എന്ത് വരുന്നുണ്ട്, സെറ്റിങ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് പ്യുവർ ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കളർ പ്രൊഡ്യൂസിങ് തന്നെ നമുക്ക് തരുന്നുണ്ട്. ഫോണിൻ്റെ സാർ വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡയൽ പാഡ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക *#07#. അപ്പോൾ ഇവിടെ സാർ വാല്യൂ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ആണ്. അപ്പോൾ ഇതിൽ ഹെഡ് സാർ വാല്യൂ വന്നിട്ടുള്ളത് 0.747 ആണ്. അപ്പോൾ വിത്തിൻ ലിമിറ്റ്സ് തന്നെയാണ് നമുക്ക് സാർ വാല്യൂ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, DRM ഇൻഫോയും ക്യാമറ ടു API സപ്പോർട്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ DRM ഇൻഫോ എടുക്കാം. ഓക്കെ, വൈഡ് വൈൻ സർട്ടിഫിക്കേഷൻ നമുക്ക് L1 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്നിവയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് HD ക്വാളിറ്റിയിൽ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. ക്യാമറ ടു API സപ്പോർട്ട് നോക്കാം. ലെവൽ 3 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നല്ല മികച്ച ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇതിലും സ്ക്രീൻ റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ് സിസ്റ്റം സൗണ്ടും മൈക്രോഫോൺ സൗണ്ടും ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒന്നെങ്കിൽ മൈക്കിൻ്റെ സൗണ്ട് ഒന്നെങ്കിൽ സിസ്റ്റം സൗണ്ടാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിങ്സ് എടുത്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇനി ഇവിടെ സ്ക്രോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സ്ക്രോൾ ഷോട്ട് എടുക്കും. അതായത് നമ്മുടെ കംപ്ലീറ്റ് ഡിസ്പ്ലേ താഴേക്കുള്ളത് മൊത്തത്തിൽ എന്താണ് ഒരു സ്ക്രീൻഷോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടില്ലേ, വലിയൊരു ഇമേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി ക്യാമറ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ 4 ക്യാമറാസാണ് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ ഇൻ്റർഫേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്യാമറ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഫോട്ടോ മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് അൾട്രാ വൈഡ് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോസ് എടുക്കാം, മൂവി ഫ്രെയിമിൽ ഫോട്ടോസ് എടുക്കാം, പ്രോ കളർ മോഡിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നോർമൽ കളർ എന്ന് വിചാരിക്കുക. നമ്മൾ പ്രോ കളറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, കുറച്ചുകൂടി നമുക്ക്
കിടലിനായിട്ട് കളറൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. മാക്രോ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിടലിനായിട്ട് എടുക്കാനായി സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാം. 1080p വീഡിയോസ് 60 FPS 30 FPS ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൂവി ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. മാക്രോ മോഡിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാം, അൾട്രാ വൈഡിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മോർ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. 64 മെഗാ പിക്സലിൻ്റെയൊക്കെ ക്യാമറ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫീച്ചർ അവൈലബിൾ ആണ്. വ്ളോഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് എടുക്കാം, സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് പുറമെ എക്സ്ട്രാ ഫീച്ചറായിട്ട് ഫ്രണ്ടും ബാക്കും ഒരേ സമയം കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എന്ത് വരുന്നുണ്ട്, ലോങ് എക്സ്പോഷർ ഫോട്ടോസ്, ക്ലോൺ ഫോട്ടോസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോക്കോ X3യുടെ ക്യാമറ ഇൻ്റർഫേസിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലെടുത്ത ഫോട്ടോസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെയുണ്ട് നമ്മുടെ ഫോട്ടോസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൈമറിയിലെടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ റൊട്ടേറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ആദ്യം റൊട്ടേറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഓണാക്കി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതെന്താണ് പ്രൈമറി മോഡിൽ നമ്മളെടുത്തൊരു ഫോട്ടോയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തൊരു ഫോട്ടോ നോക്കാം. ഓക്കെ, ഇത് നമ്മളെന്താണ് പോർട്രേറ്റ് മോഡിലെടുത്തൊരു ഫോട്ടോയാണ്. ഇതും പോർട്രേറ്റ് മോഡിലെടുത്തൊരു ഫോട്ടോയാണ്. വളരെ ക്ലാരിറ്റി ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ പോർട്രേറ്റ് മോഡിലെടുത്തൊരു ഫോട്ടോയാണ്. ഇത് നോർമൽ പ്രൈമറി മോഡിലെടുത്തൊരു ഫോട്ടോ. ഇതും പ്രൈമറി മോഡിലെടുത്തൊരു ഫോട്ടോ. സെൽഫി ക്യാമറ നമ്മുടെ എന്താണ് പോർട്രേറ്റ് സെൽഫിയാണത്. ഇതെന്താണ് നോർമൽ സെൽഫിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് തന്നെയാണ് നമുക്ക് തരുന്നത് കേട്ടോ. അതിനൊപ്പം തന്നെ നമുക്ക് എന്ത് തരുന്നുണ്ട്, എക്സ്ട്രാ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാക്രോ മോഡിലെടുത്തൊരു ഫോട്ടോ കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും കിടിലൻ, ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും സാറ്റിസ്ഫൈഡ് ആണ്. ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫുൾ വോളിയത്തിലാണ് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഫുൾ വോളിയത്തിനാണ് ഓഡിയോ കേട്ടില്ല. അപ്പോൾ നമുക്കൊരു ഡ്യുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്, താഴെയും വരുന്നുണ്ട് മുകളിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ലൗഡായിട്ട് നമുക്ക് ഓഡിയോ കേൾക്കുന്നുണ്ട്. ഒരു മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ മീഡിയം ലൗഡ് എന്നല്ല, നല്ല ലൗഡായിട്ട് തന്നെ നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. IPS LCD ആണ്, AMOLED ഡിസ്പ്ലേ അല്ല, എങ്കിലും നല്ല കളർ പ്രൊഡ്യൂസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ യൂട്യൂബിൽ ഫുൾ HDയിൽ പ്ലേ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. കളേഴ്സൊക്കെ നല്ല പഞ്ചി ആയിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. AMOLED കിട്ടുന്ന ആ ഒരു പെർഫോമൻസ് നമുക്ക് എന്തായാലും IPSൽ കിട്ടില്ല, എങ്കിലും നല്ലൊരു കളർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എന്താണ് യാതൊരുവിധ കംപ്ലയിൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനില്ല. ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തേക്കാനായിട്ട് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 732G എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കിടിലൻ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൻ്റെ 720G അല്ലെങ്കിൽ 730G എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറുകൾ തരുന്ന ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ, ഈ ഒരു പ്രോസസ്സർ വരുന്ന സ്മാർട്ട് ഫോൺ നമുക്ക് തരിക. കാരണം ഇതൊന്നും തമ്മിൽ വലിയൊരു ചേഞ്ചസ് ഇല്ല, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ്ങിലൊന്നും ഇഷ്യൂസ് ഇല്ല. എത്ര ആപ്ലിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിലും ഒരേ സമയം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരുവിധ പ്രോബ്ലംസ്, ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗെയിം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ടോസ് അഡ്വഞ്ചർ ഒന്ന് കളിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഹൈ ഗ്രാഫിക്സ് ഗെയിം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗെയിമിംഗ് വീഡിയോ നമുക്ക് ചെയ്യാം, അതിൽ കളിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആൾട്ടോസ് അഡ്വഞ്ചറാണ്, ചെറിയൊരു ഗെയിമിംഗ് പ്ലേ ആണ് കേട്ടോ.
വാവ്. സോ ഗെയിമിംഗ് പ്ലേ അപ്പോൾ നമ്മൾ വേറെ ഗെയിമും ട്രൈ ചെയ്ത് നോക്കിട്ടോ. നമ്മളെന്ത് ചെയ്തു, കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഹൈ ഗ്രാഫിക്സ് ഗെയിമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളില്ല. അപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗെയിമിംഗ് വീഡിയോ ആക്കിയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗെയിമിങ്ങിലും നമുക്ക് എന്താണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ എന്താണ് ഒരു ഹീറ്റ് വരുന്നില്ല കേട്ടോ. ചെറിയ രീതിയിലുള്ളൊരു ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. പിന്നെ നമുക്ക് 6000 mAh ഒരു കരുത്തുറ്റ ബാറ്ററി വരുന്നുണ്ട്, ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കപ്പിൻ്റെ ഇഷ്യൂസ് ഇല്ല. 6000 mAh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ്. പ്ലസ് നമുക്ക് എന്താണ് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി റിവേഴ്സ് ചാർജിങ്ങും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ഈ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞൊരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ ഫോൺ വെയിറ്റ് വരുന്നുണ്ട്, അതാണ് ഒരു മേജർ എന്താണ് പറയുക, ഒരു മേജർ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നല്ല വെയിറ്റുള്ള ഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബൾക്കി സ്മാർട്ട് ഫോണാണ്. നമ്മൾ ഗെയിം ക്യാമറ ഒരുപാട് സമയമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊരു ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അതർവൈസ് നോ ഇഷ്യൂസ്. സോ പോക്കോ X3 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നമ്മുടെ ഒരു ഓവറോൾ അഭിപ്രായം, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് പറയാനുള്ളത്? വളരെ മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, മികച്ച ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് സംവിധാനം വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണത്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റി, എങ്കിൽ സൂപ്പർ ക്വാളിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. കാരണം ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വരുന്നുണ്ട്. ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നല്ല ലൗഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ടോട്ടൽ എല്ലാം കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഞാൻ വീണ്ടും പറയുന്നു, വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്.